ഞാൻ ഇതിനു മുന്നേ ഒരു PSC എക്സാം പഠിച്ചിട്ടേ ഇല്ല. എൻ്റെ ഫസ്റ്റ് എക്സാമാണിത്. ഞാൻ വേറെ ഒരു പ്രിപ്പറേഷനും മുമ്പ് പഠിച്ചിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും വർക്കൗട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ശരിക്കും PSCക്ക് പഠിക്കേണ്ട ഒരു ട്രാക്ക് ഞങ്ങൾക്ക് കിട്ടിയത് സഹകാരി ചേർന്നപ്പോഴാണ്. കാരണം നമ്മൾ നെറ്റിനൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ കോച്ചിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ് നമ്മൾ PSCക്ക് പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത് സഹകാരിയിൽ വന്നപ്പോൾ. പഠിച്ചു തുടങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് മോള് ജനിച്ചു. ഞാൻ ഈ ടൈം മൊത്തം ഞാൻ യൂസ് ചെയ്തത് പഠിക്കാനായിട്ടാണ്. കാരണം വേറെ ഹെൽത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം രാത്രിയും പഠിച്ചിട്ടുണ്ട്, പകലും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഓടി വരും പഠിക്കാനായിട്ട്. ഞാൻ രാവിലെ എനിക്ക് ഉറങ്ങണമെന്ന് തോന്നും, 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ഉറങ്ങണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ എക്സാം ടൈമിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ പോലെ ഇരിക്കുന്ന അടുത്ത ആളവിടെ പഠിക്കുന്നുണ്ടല്ലോ, ആ ഒരു ചിന്ത എന്നെ ഉറങ്ങാൻ വിടൂല. ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്നെ പോലെ ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും ഈ ടൈമിൽ, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്നെ ഉണർത്തും. ആ സ്വപ്നം എന്നെ ഉണർത്തുമായിരുന്നു ആ ടൈമിൽ. ഇന്റർവ്യൂ ഡേറ്റ് പറഞ്ഞതിൻ്റെ 1 മാസം മുന്നെയാണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ ഈ എക്സാം പഠിക്കുമ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അച്ഛനാണ്. കാരണം മോളെ നോക്കാനും ഒക്കെ ആയിട്ട് പെട്ടെന്നാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം ഇത് കാണാൻ ഇല്ലാതെ പോയതിൽ ഇപ്പോഴും വിഷമമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വേറെയൊക്കെ പോകുമ്പോഴത്തേക്ക് 1 മണിക്കൂറത്തെ ക്ലാസ്സേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് അത്രയും ഡീപ്പായിട്ട് നോട്ടും ക്ലാസ്സും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. അത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ പറ്റും. വിട്ടിട്ട് പോകാൻ 100 കാരണങ്ങളുണ്ടെങ്കിലും അതിനേറ്റിലെത്തുന്ന ഒരു കാരണമെങ്കിലും ഉണ്ടാവും. അത് നമ്മുടെ ആഗ്രഹമായിരിക്കും. എൻട്രി കേഡറിൽ തന്നെ ഗസ്റ്റ് റാങ്കിലേക്ക് പോകുന്ന അപൂർവം ചില പോസ്റ്റുകളൊന്നായ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിലെ 9ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള ശ്രീ രഞ്ജു ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. രഞ്ജുവിനെ കുറിച്ച് 2 വാക്കിൽ പറഞ്ഞാൽ സഹകാരി റേസ് പ്ലസ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയുടെ പരിശീലനം തുടങ്ങിയ എനിക്കൊന്ന് ഫസ്റ്റ് വീക്ക് തൊട്ടല്ലേ രഞ്ജു? ആദ്യത്തെ ആഴ്ച തൊട്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതിനോടൊപ്പം നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തരികയും, ഓഫ്കോഴ്സ് നമ്മളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് നിർദ്ദേശങ്ങൾ തരികയൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷയിൽ 9ാം റാങ്ക് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്താൻ രഞ്ജുവിന് കഴിഞ്ഞത്. അപ്പോൾ രഞ്ജു എന്തായാലും സ്വാഗതം. ഉറപ്പായിട്ടും രഞ്ജുവിന് പറയാനുള്ള കാര്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകളിൽ പ്രധാനമായിട്ട് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷ ആവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ പലപ്പോഴും പഠിക്കാൻ വേണ്ടി മടിക്കുന്ന പരീക്ഷകളുണ്ട്. കാരണം വരാൻ സാധ്യതയുള്ള വേക്കൻസികൾ ചിലപ്പോൾ തുച്ഛമായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അതിൽ ഒരെണ്ണം കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് ശ്രമിച്ചുകൊണ്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ എന്തായാലും രഞ്ജു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, അമ്മയും എൻ്റെ മോള് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ ഒരു 5 മാസമേ ആയിട്ടുള്ളൂ. ഈ ഇന്റർവ്യൂവിന്റെ ടൈമിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ രഞ്ജു ഇപ്പം നിലവിൽ 9ാം റാങ്ക് എത്തി നിൽക്കുന്നു. 9ാം റാങ്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ടല്ലേ? 4 വർഷം. സർട്ടിഫിക്കേഷൻ തുടങ്ങിയത് 2021 ഏപ്രിലാണ്. അത് മുതൽ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഉള്ള ഒരു ശ്രമമാണ്. 21 അതിനുശേഷം പരീക്ഷ വരാനും ലേറ്റായി. അത് കഴിഞ്ഞ് 2 വർഷത്തോളം എടുത്തു. പരീക്ഷ വന്നു കഴിഞ്ഞ് സിലബസ് വന്നപ്പോഴത്തേക്കും അതിലും വലിയ ഞെട്ടലായിരുന്നു. കാരണം പഠിച്ചതേ അല്ലായിരുന്നു സിലബസിൽ. കൊമേഴ്സ് പോർഷൻ ഏകദേശം ഞങ്ങൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ എന്ന് പറയുന്നത് 5 വർഷത്തെ LLBയുടെ സിലബസ് മൊത്തം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം എനിക്കൊന്ന് 10 പേജുകളാണ് നമ്മുടെ സിലബസിൽ വന്ന സമയത്ത് ശരിക്കും വിഷമമായി. കാരണം ഇത്രയും പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ ഒരു സിലബസ് കണ്ടപ്പോൾ ഞെട്ടി. സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയട്ടെ, ഇത്രയും പഠിച്ചല്ലോ, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയതാ. അത് തന്നെ. നമുക്കിപ്പോ ശരിക്കും എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയാം. കാരണം ഞാനും ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻ കടന്നു പോയ സമയമാണ്. ആ സമയത്ത് ഞാൻ കർണാടകത്തിൽ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ സിലബസ് വരുന്നത്. അപ്പോൾ രാജേഷ് സാറ് എന്നോട് ചോദിച്ചു, സാർ ശ്യാം ഇത് ഡ്രോപ്പ് ചെയ്യണോ, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അത്തരത്തിലൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം 3 മാസത്തിനുള്ളിൽ നമുക്കൊരു 3 മാസം ഇല്ല, ശരിക്കും പറഞ്ഞാൽ 70 ദിവസം അല്ലേ? 70 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ അത്രയും പറ്റുമോ ഇല്ലയോ എന്നൊരു അത്രയും പേടി തോന്നുന്ന ഒരു സിലബസ്, അത്രയ്ക്കും ഫാസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജേഷ് സാറ് വളരെ സധൈര്യം തീരുമാനം എടുത്തു, എന്തായാലും മുന്നോട്ട് പോവാം, നമുക്ക് ചെയ്യാവുന്നൊരു തീരുമാനം എടുത്തു.
അതിന്റെ ഫലമായിട്ട് എത്ര മാക്സിമം ക്ലാസ് വന്നത് എത്ര? 8 ക്ലാസ് വരെ ഒരു ദിവസം ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷെ ദിവസം. അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾക്ക് അത് വേണമെന്നുള്ള അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു, തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് ഒക്കെ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും ചില ക്ലാസ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആരെ നമുക്കൊന്നും പറയാനും പറ്റൂല. ആ 8 മണിക്കൂർ 8 ക്ലാസ് പോലും ഞങ്ങൾ കണ്ടിട്ടേ കിടന്നുറങ്ങുള്ളായിരുന്നു. ഉറക്കം വരില്ല, അതുകൂടി കാണാമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഉറങ്ങാണ്ടിരിക്കും 1 മണിവരെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാനിപ്പോ എല്ലാ ഇന്റർവ്യൂവിലും എടുത്തു പറയുന്നത്, എന്നാൽ ഇപ്പോഴും പറയാതെ നിവർത്തിയില്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെ കൂടെ സഹകരിച്ച നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രത്യേകിച്ച് അരവിന്ദ് സാറ്, ശ്രുതി മിസ്, ശാലിനി മിസ്, അങ്ങനെ ലോയുടെ, പ്രത്യേകിച്ച് ലോയ്ക്കാണ് ഒരുപാട് ഫാക്കൽറ്റീസിന് ആവശ്യമായിട്ട് വന്നത്. പിന്നെ എല്ലാവരും ഓഫ്കോഴ്സ് കൊമേഴ്സിൽ ക്ലാസ് എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരും അത്രയും എഫേർട്ട് ഇവിടെ നിന്ന് എന്താണ് എഡിറ്റ് ചെയ്യുന്നു കൊടുക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും അതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അല്ലെ? വിജയിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു 100 മീറ്റർ ഓട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വേറെയൊക്കെ പോകുമ്പോഴത്തേക്ക് 1 മണിക്കൂറത്തെ ക്ലാസ്സേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് അത്രയും ഡീപ്പായിട്ട് നോട്ടും ക്ലാസ്സും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. അത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ പറ്റും. ആ നോട്ടൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് അതിന്റെ കൂടെ എക്സാം എഴുതി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നീട് നമുക്ക് ഒരു ടൈം ടേബിളിന്റെ ആവശ്യമില്ല. ഈ ടൈം ടേബിൾ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ വീക്കിൽ ഇത്രയും കവർ ചെയ്യുന്നു, ഇതിൽ ഇവിടുത്തെ ക്ലാസ്സിന്റെ ടൈം ടേബിൾ ആയിരിക്കും നമുക്കും, അത് മതി നമുക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. പിന്നെ സൺഡേ ഉള്ള സൺഡേ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു സൂചകമാണ്. ഇതിൽ ആരാണ് ആദ്യ റാങ്കിൽ എത്താൻ പോകുന്നതിന്റെ ഒരു സൂചകമാണ് സൺഡേ റിവിഷൻ പരീക്ഷ. അപ്പൊ അതിൽ എന്തെങ്കിലും ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടുണ്ടോ? മേടിക്കാറുണ്ട്, കിട്ടാറുണ്ട്. ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കൊന്ന് 2ാമത്തെ ബാച്ചിൽ അല്ലല്ലോ, നമ്മുടെ ഗോൾഡ് ബാച്ചിലായിരുന്നു. ബാച്ച് വൈസാണ് നമ്മുടെ വീക്കിലി പരീക്ഷ നടക്കുന്നത്. ഇനിയിപ്പോ മന്ത്ലി പരീക്ഷ അന്നില്ല, മന്ത്ലി പരീക്ഷ ഇല്ല, അതെ. ഇപ്പൊ മന്ത്ലി പരീക്ഷ കൂടെ ഉണ്ട്. മന്ത്ലി പരീക്ഷ എന്ന് പറയുമ്പോൾ 1 മാസത്തെ കംപ്ലീറ്റ് കൺസോൾഡേറ്റ് കൊണ്ട് പരീക്ഷ കൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സാമിനേഷൻസ് എഴുതിയുള്ള പ്രാക്ടീസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ കോച്ചിങ് സെന്ററിന് ചേരും മുന്നേ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിന്റെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് വെച്ച് വർക്ക്ഔട്ട് ചെയ്തു ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ PSCക്ക് വേറൊരു പാറ്റേൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പാറ്റേണിൽ നമുക്ക് പഠിക്കണമെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലേ പറ്റുള്ളൂ. കാരണം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മാത്രമായിരിക്കില്ല, പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പാറ്റേൺ കിട്ടിയതും പ്രീവിയസ് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതും ചിലപ്പോൾ നമ്മൾ ആ പഠിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചില്ലെങ്കിലും അത് റിലേറ്റ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതെ. എപ്പോഴും ഇപ്പൊ PSCയുടെ ചോദ്യത്തിന്റെ രീതി മാറിയിട്ടുണ്ട്, പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ അതിന്റെ ഓപ്ഷൻസിനെ കുറിച്ചും കൂടെ നമ്മളൊന്ന് അവഗാഹമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ പഠനം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ രഞ്ജുവിനെ സംബന്ധിച്ച് പേഴ്സണൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരുപാട് അഡ്വേഴ്സ് ആയിട്ട് നമ്മുടെ പ്രവർത്തനത്തിന് എതിരായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിലും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, നിങ്ങളോ ഒരുപക്ഷെ അതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ടായിരിക്കും നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് അതിജീവിച്ചാണ് രഞ്ജു മുന്നോട്ട് വന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ പരീക്ഷയുടെ തുടക്കം പ്രിപ്പറേഷൻ തൊട്ട് ഒടുക്കം വരെ രഞ്ജു ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ? അതിനെങ്ങനെയാണ് രഞ്ജു നേരിട്ടത്? ഞാൻ ആക്ച്വലി എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യുന്ന ടൈമിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കിട്ടുന്ന. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിനക്കും പഠിച്ചാൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടുമെന്ന്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിൽ ആ ടൈമിലാണ് STO വിളിക്കുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരു PSC എക്സാം പഠിച്ചിട്ടേ ഇല്ല, എൻ്റെ ഫസ്റ്റ് എക്സാം ആണിത്. ഞാൻ വേറെ ഒരു പ്രിപ്പറേഷനും മുമ്പ് പഠിച്ചിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ബേസൊക്കെ കുറേ സബ്ജക്റ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്യാപ്പ് വന്നു PG കഴിഞ്ഞിട്ട്, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. എന്നാലും കുഴപ്പമില്ല, പഠിക്കാമെന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി. പിന്നെ 1 വർഷം കഴിഞ്ഞ് മോള് ജനിച്ചു. ഞാൻ ഈ ടൈം മൊത്തം ഞാൻ യൂസ് ചെയ്തത് പഠിക്കാനായിട്ടാണ്. കാരണം വേറെ ഹെൽത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം രാത്രിയും പഠിച്ചിട്ടുണ്ട്, പകലും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഓടി വരും പഠിക്കാനായിട്ട്. അങ്ങനെ കാരണം അത്രയും വലിയ സിലബസുമാണ്, കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്, വേക്കൻസി കുറവുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ടൈം നമുക്ക് വെറുതെ കളയണ്ട, പഠിക്കാം. അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ വാശി ഉണ്ടായിരുന്നു നന്നായിട്ട്, ഫ്രണ്ടിൽ കയറണം എന്നുള്ളൊരു വാശിയിൽ പഠിച്ചു തുടങ്ങി. പിന്നെ മോള് ജനിച്ചു. പിന്നെ മോളുമായിട്ടും പഠിക്കാൻ തുടങ്ങി. ഡീമോട്ടിവേഷനും ഉണ്ടായിരുന്നുള്ളൂ, കുട്ടി നോക്കാണ്ട് പഠിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ശ്രീകുമാർ സാറ്, റിയാസ് സാറ്, പ്രവീൺ സാറ്, ഐശ്വര്യ, അരുണ്, ഇവരെല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു.
അപ്പൊ ഈ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പഠിച്ചു, ഒരു ടീമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങി. പിന്നെയാണ് ആ ടൈമിലാണ് സഹകാരിയിൽ ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്നതെന്ന് ജസ്റ്റ് FB-ൽ ഒരു പോസ്റ്റ് കണ്ടത്. അപ്പൊ ഞങ്ങൾ അതിന്റെ വെബിനാറിൽ ഒന്ന് അറ്റൻഡ് ചെയ്തു. വെബിനാർ കണ്ടപ്പം കൊള്ളാം, കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറെ പേര് ഒരുമിച്ച് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും PSCക്ക് പഠിക്കേണ്ട ഒരു ട്രാക്ക് ഞങ്ങൾക്ക് കിട്ടിയത് സഹകാരി ചേർന്നപ്പോഴാണ്. കാരണം നമ്മൾ നെറ്റിനൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ കോച്ചിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ് നമ്മൾ PSCക്ക് പഠിക്കുന്നത്. കാരണം സബ്ജക്റ്റ് അത്രയും നോളജും ഉണ്ടാവണം, പക്ഷെ ട്രിക്കി ക്വസ്റ്റ്യൻസ് PSCയുടേതായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത് സഹകാരിയിൽ വന്നപ്പോഴാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ചോദിക്കാൻ, ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും എക്സാം ഇടുമ്പോഴത്തേക്കും. അപ്പൊ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് എപ്പോഴും വേണം അത് അറ്റൻഡ് ചെയ്യാം ആ എക്സാംസ്. പിന്നെ നമുക്ക് മറന്നു പോകില്ല. പിന്നെ ആ നോട്ട്സ് പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ടെക്സ്റ്റ് വാങ്ങി റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മാക്സിമം നോട്ട്സും നമ്മുടെ ഇതിൽ ഉണ്ടാവും. ഇന്റർവ്യൂ ഡേറ്റ് വരണതിന്റെ ഒരു മാസം മുന്നെയാണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ ഈ എക്സാം പഠിക്കുമ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അച്ഛനാണ്. കാരണം മോളെ നോക്കാനും ഒക്കെ ആയിട്ട് പെട്ടെന്നാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം ഇത് കാണാൻ ഇല്ലാതെ പോയതിൽ ഇപ്പോഴും വിഷമമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ക്ലാസ് തുടങ്ങി. ഇന്റർവ്യൂവിന് ആ ടൈമിലൊന്നും അത്ര ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ലാസ്റ്റ് ഒരു മാസം കഷ്ടപ്പെട്ട് പിന്നെയും ശ്രമിച്ചു പഠിച്ചു. പിന്നെ ഇവിടുത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കി നമ്മൾ ഇന്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഇപ്പൊ 9ാം റാങ്കിൽ നിൽക്കുന്നു. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രഗ്നന്റ് ആയി പോവുക സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുഖം ഉണ്ടായി പോകും. അതെല്ലാം അതിന്റെ ഇടയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഇടയിൽ മോക്ക് വയ്യാതാവും. നമ്മുടെ എക്സാമിന്റെ ടൈമിലൊക്കെ മോക്ക് വയ്യാതായിട്ടുണ്ട്. അപ്പൊ രാവിലെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കും പിന്നെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴൊക്കെ ടെൻഷനാണ്, ഇനി പഠിച്ചിട്ടില്ലേ ഉറങ്ങാൻ പറ്റും. അപ്പൊ മോളെ നോക്കണം, ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലും വരണം, അങ്ങനെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് രഞ്ജു? നമുക്ക് ഒരു തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുവാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ നമ്മൾ അത്രയും ആഗ്രഹിക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഉറക്കത്തിൽ പോലും ഞാൻ S2 എന്നുള്ള സ്വപ്നമാണ് കണ്ടിട്ടുള്ളത്. ഞാൻ രാവിലെ എനിക്ക് ഉറങ്ങണമെന്ന് തോന്നും, 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ഉറങ്ങണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ എക്സാം ടൈമിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ പോലെ ഇരിക്കുന്ന അടുത്ത ആളവിടെ പഠിക്കുന്നുണ്ടല്ലോ, ആ ഒരു ചിന്ത എനിക്ക് എന്നെ ഉറങ്ങാൻ വിടൂല. ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്നെ പോലെ ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും ഈ ടൈമിൽ, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്നെ ഉണർത്തും. ആ സ്വപ്നം എന്നെ ഉണർത്തുമായിരുന്നു ആ ടൈമിൽ. രഞ്ജു പറഞ്ഞത് രഞ്ജുയുടെ അനുഭവം എന്നാണ് പറഞ്ഞെങ്കിൽ കൂടിയും നമ്മുടെ IPA അബ്ദുൽ കലാം സാറിന്റെ ആ ഒരു കോട്ടിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രഞ്ജുവിന്റെ അനുഭവം അല്ലെ. ഒരു സ്വപ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ വിടാത്തതൊന്നും ആയിരിക്കണം നമ്മുടെ സ്വപ്നം എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും പറയും ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സാറേ, അതുപോലെ അബ്ദുൽ കലാം സാറിന് എഴുതി വെക്കാനാ കൊള്ളാം ഇത് അല്ലേ. എല്ലാവരും പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമ്മളെപ്പോഴും ലൈഫിൽ പറഞ്ഞു മാറാറുണ്ട്. അല്ല, സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക അല്ലേ. അപ്പൊ എന്താണ് അവസാനമായിട്ട് നമ്മുടെ കുട്ടികളുടെ ഇനി വരാൻ പോകുന്ന ബഡ്ഡിംഗ് പ്ലേയേഴ്സിനോട് പറയാനുള്ളത്? നമ്മൾ പഠിക്കും മുന്നേ നമ്മൾ അതാണെന്ന് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീല് വരും മനസ്സിൽ. അങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് കിട്ടും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് വഴി കണ്ടെത്താൻ തുടങ്ങുമ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് എങ്ങനെ പഠിക്കാം, അങ്ങനെ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഒരു സമയം കണ്ടെത്തും. നമുക്ക് എന്ത് ബുദ്ധിമുട്ടാലും നമ്മളിത് വിട്ടിട്ട് പോകില്ല. ചിലപ്പോൾ ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്യും ഒരു സൈഡ് ചെയ്ത് ഒരുപാട് പേര്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഡള്ളായിട്ടിരിക്കും, പിറ്റേന്ന് രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ട് എണീക്കുമ്പോഴും നമ്മളെ മനസ്സിൽ ഇത് തന്നെ ആയിരിക്കും. വിട്ടിട്ട് പോകാൻ 100 കാരണങ്ങളുണ്ടെങ്കിലും അതിനേറ്റിലെത്തുന്ന ഒരു കാരണമെങ്കിലും ഉണ്ടാവും. അത് നമ്മുടെ ആഗ്രഹമായിരിക്കും. അത്ര മാത്രമാണ് പറയാനുള്ളത്. ഇനി വരുന്ന ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും രഞ്ജു. ഓക്കെ, താങ്ക് യു.